ഹായ് ഗൈസ്, ഞങ്ങളിവിടെ ജടായിപ്പാറ എത്തി. പക്ഷെ ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇത് ഇത്രയും കയറി മുകളിലോട്ട് എത്തണം. ഏകദേശം 1 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയണത്. നല്ല തിരക്കാണ്. എന്തായാലും ഞങ്ങൾ കയറാൻ തന്നെ തീരുമാനിച്ചു. നമുക്കതിൻ്റെ മുകളിലെത്തിയിട്ട് നല്ല വീഡിയോസൊക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്ത് കാണിച്ചിടാം. എല്ലാവരും എന്തായാലും വരേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ വാക്ക് വേ. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വാക്ക് വേയിൽ കയറി നമ്മൾ. വിഷ്ണു നമ്മളിവിടെ ജടായിപ്പാറ കയറിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ഹായ്, നമ്മളിവിടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ഹലോ, നമ്മളിപ്പോൾ എങ്ങനെ പോകണേ വിഷ്ണു? ജടായിപ്പാറയിലേക്കാണ് പോണേ. എത്ര ദൂരം നടക്കണം? 826 steps. നടക്കും എത്ര നേരം? അവിടെ പോയി എന്താ കാണാൻ പറ്റും നമുക്ക്? എനിക്കറിയില്ല. എന്താണ് ഫോട്ടോയിലൊക്കെ കണ്ടത്? എന്താണ് ഫോട്ടോയിലൊക്കെ കണ്ടത്? ഞാൻ ഫോട്ടോ നോക്കിയില്ല. ഇല്ല. നമ്മളവിടെ ജടായുവിന്റെ ഒരു വലിയൊരു സ്കൾപ്ചർ കണ്ടായിരുന്നു. ജടായു ഇല്ലേ? ജടായു. ഹലോ, ജടായു പാർക്കല്ല, ജടായു പാറയാണ് നമ്മൾ അല്ലേ? ജടായു പാർക്ക് എന്ന് പറയുന്നത് തോന്നുന്നു അല്ലേ? നല്ല സീനിക് ബ്യൂട്ടി കേട്ടോ. നല്ല അടിപൊളി, നല്ല ഫോറസ്റ്റിന്റെ നല്ലൊരു ഭാഗം. നല്ല ഇരുട്ടാണല്ലോ ഗേസ്. ഫ്ലാഷ് ലൈറ്റ് ഒന്ന് ഓണാക്കാൻ പറ്റും നോക്കട്ടെ. അയ്യോ ഗൈസ്, ഇനി ഇഷ്ടംപോലെ സ്റ്റെപ്പുകൾ കയറാനുണ്ട്. യെസ്. നിമ്മി ഇത് അടിപൊളിയായിട്ട് കയറുന്നുണ്ട്. സൂപ്പറായിട്ട് കയറി പോകുന്നു. തീരുന്നോ മോനെ? എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളി, സൂപ്പർ. കിതക്കണ്ടോ? ചത്തോ? എന്താണ് മാഡത്തിന് പറയാള്? അയ്യ, ഇവിടെ കുറേ കുരങ്ങന്മാരൊക്കെ ചിത്രമൊക്കെ പോകുന്ന വഴിക്ക് മതിലിൻ്റെ മുകളിലൊക്കെ നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയാണ്. ഇവിടെ വേറെ ഒന്നും എഴുതാനോ ഒന്നും പാടില്ല എന്നൊക്കെ ഇവിടെ പ്രത്യേകിച്ചിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വാളിൻ്റെ മുകളിലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ചെയ്യാതിരിക്കാം, കാരണം നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിക്കാം. പിന്നെ പ്ലാസ്റ്റിക് അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടുവരാതെ, ഇത് ഫോറസ്റ്റ് ഏരിയയാണ്. അപ്പം നമ്മൾ അതിനനുസരിച്ച് വന്നാൽ മാത്രമേ ഇത് നമുക്ക് ഒരു ഫോറസ്റ്റ് നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെ വരിക. ഇതെന്താ വിഷ്ണു? ചെന്നായുടെ ഒക്കെ പോലെയുണ്ട്. ചെന്നായ പോലെയല്ല, ചെന്നായ തന്നെയാണ്. അതിൻ്റെ പിക്ചർ തന്നെയാണ്. മീറ്റർ കഴിഞ്ഞു, അതായത് 397 സ്റ്റെപ്സ്. ഇനി ഒരു 500 മീറ്റർ കൂടി നടക്കാനുണ്ട്. ഓക്കെ,
ഏകദേശം നമ്മൾ എത്താറായി കേസ്. ഓൾമോസ്റ്റ് സ്റ്റോപ്പ് എത്തി നമ്മൾ. കണ്ടോ കാണുന്നതാണ് കേസ് ജടായിപ്പാറ. നമ്മളങ്ങനെ നടന്ന് എത്തി. 1 കിലോമീറ്ററോളം നമ്മൾ നടന്നപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി തുടങ്ങി. എന്തായാലും നല്ലൊരു വ്യൂ ആണ്. കുറച്ച് ബുദ്ധിമുട്ടിയാലും നല്ല രസമുണ്ടായിരുന്നു നടക്കാൻ. കാരണം നല്ല സീനിക് ബ്യൂട്ടി, നല്ല ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൊണ്ട് നടത്തായിരുന്നു. സോ നല്ല സൂപ്പറായിരുന്നു. ഓ എന്നാലും നന്നായിട്ട് കഥച്ചു. ലാസ്റ്റ് നമ്മളെത്തി കേസ്. ടോപ്പിലെത്തി. നല്ല കാറ്റുണ്ട്, അടിപൊളി കാറ്റാണ്. നമ്മളെത്തി. ഇതാണ് ജടായിപ്പാറ എന്ന് പറയുന്നത്. അടിപൊളി. വിഷ്ണു വിഷ്ണു എങ്ങനെയുണ്ടോ? അടിപൊളിയല്ലേ? സൂപ്പറല്ലേ? ആ എങ്ങനെയുണ്ട്? സൂപ്പർ. നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്, എന്നാലും നന്നായിട്ട് നടന്നു. നടന്നിട്ട് 1 കിലോമീറ്ററോളം നമ്മൾ നടന്നു. നല്ല കയറ്റമായിരുന്നു, സൂപ്പറായിരുന്നു. എന്തായാലും ഏകദേശം നമ്മളിവിടെ എത്തി. അറ്റ്ലാസ്റ്റ് നമ്മളിവിടെ എത്തി. നമ്മളിവിടെ ഈ റെസ്റ്റ് ചെയ്യാണ്. നല്ല സ്ഥലമാണ്. കാരണം നന്നായിട്ട് നടന്ന് നമുക്കിവിടെ ഇരിക്കാൻ കാണാൻ മുകളിലാണ്. എന്നാലും ചെറിയൊരു സ്ഥലം തമ്മിലൊക്കെ നോക്കി കൂടാതെ നല്ല വെയിലാക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിരുന്നു. എല്ലാവരും നോക്കി സൂപ്പറല്ലേ പറഞ്ഞേ? സൂപ്പർ അല്ലേ?
മീൻസ് ഇത് നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. കാരണം മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്രയും നല്ല ഭംഗിയാണ് ഇതിൻ്റെ മുകളിൽ. താഴത്തേക്ക് നോക്കുമ്പോൾ നല്ല സീനറി. നിങ്ങൾ എന്തായാലും ഇവിടെ വരികയാണെങ്കിൽ, വർക്കല ഭാഗത്തേക്ക് വരികയാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടും കാണേണ്ട ഒരു സ്ഥലമാണിത്. കാരണം അടിപൊളി നല്ല വ്യൂ ആണ്. കുറേ നടക്കാനുണ്ട്, ഏകദേശം 1 കിലോമീറ്ററൊക്കെ നടന്നു കഴിഞ്ഞാലാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു മുകളിലേക്ക് എത്തുക. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് നല്ല ഗ്രീനറി, നല്ല പച്ചപ്പൊക്കെയുള്ള നല്ല അടിപൊളി സ്ഥലം. താഴത്തേക്കൊക്കെ നല്ല വ്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഹായ് വിഷ്ണു, എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞു. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണോ? എത്ര സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു മമ്മിയെ? 826 സ്റ്റെപ്പ് നമ്മൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. അത് കയറും ചെയ്തു, അതേപോലെ നമ്മൾ ഇറങ്ങുകയും ചെയ്തു അല്ലേ? നമ്മൾ ഇറങ്ങി. ഓക്കെ, വെച്ചിട്ട്